നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന മലമ്പുഴയ്ക്കെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മലമ്പുഴ കവയിൽ കേരളത്തിലെ പ്രഥമ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് തുറന്നു. കഞ്ചിക്കോട് അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണികൾ സന്ദർശിച്ച മന്ത്രി എം പി രാജേഷ്. മന്ത്രിയുടെ സന്ദർശനം മഴവെള്ളം സംഭരിച്ച് എലപ്പുള്ളിയിൽ ബ്രൂവറി പ്രവർത്തിപ്പിക്കുമെന്ന സർക്കാരിന്റെയും കമ്പനിയുടെയും വാദങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യം. മന്ത്രി എം പി രാജേഷ് മദ്യക്കമ്പനിയുടെ വക്താവായെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. എലപ്പുള്ളി മദ്യക്കമ്പനിക്കെതിരെ BJP രണ്ടാം ഘട്ട സമരത്തിലേക്ക്. 20 മുതൽ സമര പ്രചരണ ജാഥ. ഇടതു സർക്കാർ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിൽ എന്തെല്ലാം കിട്ടിയെന്ന് പ്രവാസികളും സമൂഹവും വിലയിരുത്തണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രവാസി കോൺഗ്രസിന്റെ പ്രവാസി അവകാശ ധർണ. പാതിവില തട്ടിപ്പെന്ന പകൽക്കൊള്ളയുടെ ചിറ്റൂരിലെ തലവൻ മന്ത്രി K കൃഷ്ണൻകുട്ടിയെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. പുലിപ്പേടിയിൽ തിരുവേഗപ്പുറ. ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും നടപടി തുടങ്ങി. പുലിയെ കണ്ട പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറകൾ. പട്ടാമ്പി MLA സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക യോഗം. തിരായിരി മാമ്പ്ര കരിങ്കൽ ക്വാറിയുടെ ലൈസൻസ് പഞ്ചായത്ത് ഭരണസമിതി റദ്ദാക്കി. നടപടി പൗരസമിതിയുടെ നേതൃത്വത്തിൽ. ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലകരിച്ചിൽ രോഗം പടരുന്നു. ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കിയ സൂപ്രണ്ടിനെ മാറ്റണമെന്ന് നഗരസഭാ കൗൺസിൽ. ആവശ്യമുന്നയിച്ച് സർക്കാരിന് കത്ത് നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നടപടി ഏതാനും മാസങ്ങളായി. താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM. വയനാട് ദുരിതാശ്വാസ വിഷയത്തിലും ബജറ്റ് അവഗണനയിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. 25-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം. ഏരിയ തലത്തിൽ കാൽനട പ്രചരണ ജാഥകൾ. മണ്ണാർക്കാട്ട് കാറിൽ കടത്തുകയായിരുന്ന 46 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ദമ്പതികൾ എക്സൈസിന്റെ പിടിയിൽ. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. വിദ്യാർത്ഥിക്ക് നിസ്സാര പരിക്ക്. പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന് സൂചന. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം. പട്ടാമ്പി നഗരത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. നടപടി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ. ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ച് നടപടികൾ വിലയിരുത്തി. ചിനക്കത്തൂർ പൂരം. വിപുലമായ പരിപാടികളുമായി ഒറ്റപ്പാലം ദേശം. പൂരം മാർച്ച് 12-ന്. മണ്ണൂർ കൈമംകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരായ പ്രചരണം വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ. പ്രചരണത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്നും ട്രസ്റ്റി ബോർഡ്. വാർത്തകൾ വിശദമായി. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന മലമ്പുഴയ്ക്കെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. മലമ്പുഴ കവയിൽ കേരളത്തിലെ പ്രഥമ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. സീപ്ലെയിൻ സാധ്യത ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ മലമ്പുഴ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതിക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മലമ്പുഴയിലേക്ക് സഞ്ചാരികൾക്ക് വേഗത്തിലെത്താൻ പുതിയ സാധ്യതകളെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരിശോധിക്കുന്നുണ്ട്. മലമ്പുഴയുടെ ടൂറിസം വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. എല്ലാവരും പറയുന്നത് കേട്ട് അതിൽ നിന്നും സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചുകൊണ്ട് സർക്കാർ നടത്തിയത്. അതിലൂടെയാണ് കോവിഡിന് ശേഷം കോവിഡ് കുറയുമെങ്കിലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംവിധാനമായി കാരവൻ ടൂറിസം വളരും എന്ന് പൊതുവെ ഞങ്ങൾ കണ്ടത്. ഇതിന്റെ ഭാഗമായി ഒരു 3 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഒരു പുതിയ ഉൽപ്പന്നം, ഒരു പ്രൊഡക്റ്റ് കാരവൻ എന്നുള്ള നിലയിൽ വരികയുണ്ടായി. എ പ്രഭാകരൻ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ, കാരവൻ പാർക്ക് മാനേജിംഗ് ഡയറക്ടർ സജീവ് കുറുപ്പ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പാലക്കാട് അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണികൾ സന്ദർശിച്ച മന്ത്രി എം പി രാജേഷ്. മഴവെള്ളം സംഭരിച്ച് എലപ്പുള്ളിയിൽ ബ്രൂവറി പ്രവർത്തിപ്പിക്കുമെന്ന സർക്കാരിന്റെയും കമ്പനി അധികൃതരുടെയും വാദങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ സന്ദർശനം. എലപ്പുള്ളിയിൽ ബ്രൂവറിക്കായി 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നാണ് സർക്കാരിന്റെയും കമ്പനി അധികൃതരുടെയും വാദം. എഥനോൾ, സ്പിരിറ്റ്, ബോട്ടിലിംഗ്, ബ്രൂവറി എന്നിവ പ്രവർത്തിപ്പിക്കാൻ മഴവെള്ളം കൊണ്ട് സാധ്യമാകില്ലെന്ന സമരക്കാരുടെ വാദത്തിന്റെ മുനയൊടിക്കാനാണ് മന്ത്രിയുടെ ശ്രമം. ബ്രൂവറി വരുന്നതിനെതിരെ കോൺഗ്രസ്, BJP, കർഷക സംഘടനകൾ,
ക്രിസ്തീയ സഭകൾ, മദ്യനിരോധന സമിതികൾ എന്നിവരും LDFിലെ തന്നെ പ്രമുഖ കക്ഷിയായ CPIയും രംഗത്തുണ്ട്. സുതാര്യമായി എല്ലാ വശവും പരിശോധിച്ച ശേഷമാണ് എലപ്പുള്ളിയിലെ എത്തനോൾ പ്ലാന്റിന് പ്രാരംഭ അനുമതി നൽകിയതെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് പറയുന്നു. എന്നാൽ കമ്പനിയുടെ വിവിധ തരത്തിലുള്ള അപേക്ഷകളിൽ അവ്യക്തതയുണ്ടെന്നാണ് എതിർവിഭാഗത്തിന്റെ വാദം. അനുമതി നൽകുന്നതിന് മുമ്പായി 10 തലത്തിലുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ടെന്ന സർക്കാർ വാദവും സമരക്കാർ തള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എലപ്പുള്ളി മദ്യകമ്പനിക്കെതിരെ BJP രണ്ടാം ഘട്ട സമരത്തിലേക്ക്. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ 20 മുതൽ സമര പ്രചരണ ജാഥ നടത്തും. മന്ത്രി MP രാജേഷ് മദ്യകമ്പനിയുടെ വക്താവായെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഒയാസിസ് കമ്പനിയുടെ PRO ആണോ മന്ത്രി MP രാജേഷ് എന്ന് സംശയിക്കുന്നതായി C കൃഷ്ണകുമാർ പറഞ്ഞു. മദ്യകമ്പനി മാധ്യമങ്ങളോട് പറയാത്ത കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. VS അച്യുതാനന്ദന് പഴയ ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ രാജേഷിനെ ചാട്ടവാറുകൊണ്ട് അടിക്കുമായിരുന്നെന്നും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഹല്യ ക്യാമ്പസ് 500-ലേറെ ഏക്കറിലാണ്. അതിനെ ഒയാസിസ് കമ്പനിയുടെ 24 ഏക്കറുമായി താരതമ്യം ചെയ്യുന്നത് വിഡ്ഢിത്തമാണ്. മദ്യകമ്പനിക്ക് വെള്ളം കൊടുക്കാൻ കാണിക്കുന്ന ആവേശം പറമ്പിക്കുളം ആളിയാർ വെള്ളം തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാൻ കാണിക്കുന്നില്ല. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിക്ക് ദിനംപ്രതി ആവശ്യമുള്ള 15 ദശലക്ഷം ലിറ്റർ വെള്ളം എവിടെ നിന്ന് നൽകുമെന്ന് മന്ത്രി രാജേഷ് വ്യക്തമാക്കണമെന്നും C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന മന്ത്രി MP രാജേഷ് എലപ്പുള്ളിയിൽ കമ്പനി വരുന്ന സ്ഥലത്തു പോകാൻ തയ്യാറാകണമെന്നും അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. മദ്യകമ്പനിക്കെതിരെ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുകയാണ് BJP. ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ 20 മുതൽ സമര പ്രചരണ ജാഥ നടത്തുമെന്നും കൃഷ്ണകുമാർ അറിയിച്ചു. മന്ത്രിയുടെ സന്ദർശനം, മന്ത്രിയുടെ വാദങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് അദ്ദേഹം കേരളത്തിന്റെ ഒരു സംസ്ഥാന മന്ത്രിയാണോ അതോ ഓയസിസ് കമ്പനിയുടെ PRO കം മീഡിയ കോർഡിനേറ്റർ ആണോ എന്നുള്ള സംശയമുണ്ട്. മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ വാദിക്കാൻ, മദ്യക്കമ്പനിക്ക് വേണ്ടി ഇത്രയേറെ ജോലി ചെയ്യാൻ ശ്രീ MP രാജേഷിനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുക. മദ്യക്കമ്പനിയോട് എന്തിനാ അത്ര കടപ്പാട്? ശ്രീ MP രാജേഷും ശ്രീ VT ബലറാമുമെല്ലാം തൃശൂർ പൂരത്തിന് ശ്രീരാമചന്ദ്രന്റെ ചിത്രം എഴുന്നള്ളിച്ച സമയത്ത്, ഫോട്ടോ എഴുന്നള്ളിച്ച സമയത്ത് വലിയ വിമർശനം നടത്തിയ ആളുകളാണ്. തൃശൂർ പൂരത്തിന് എങ്ങനെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ചോദിച്ച ആളുകളാണ്. ഇപ്പോ ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ അവിടെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചിട്ട് പോലും ഈ നിമിഷം വരെ അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ശ്രീ MP രാജേഷും ശ്രീ VT ബലറാമും തയ്യാറായി. തൃത്താലയിൽ നടന്ന ദേശീയ ഫെസ്റ്റിൽ ഹമാസ് നേതാക്കളുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെയും കൃഷ്ണകുമാർ പ്രതികരിച്ചു. തൃശൂർ പൂരത്തിന് ശ്രീരാമന്റെ ചിത്രം പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച MP രാജേഷും VT ബലറാമും ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടും മൗനത്തിലാണ്. പോലീസ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ തയ്യാറാകണമെന്നും C കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കൽ ആരംഭിച്ചു. റവന്യൂ സംഘത്തിന്റെ നേതൃത്വത്തിൽ അനധികൃത കെട്ടിടങ്ങളും മറ്റ് കയ്യേറ്റങ്ങളും JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയാണ്. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നിർമ്മാണം നഗരത്തിലേക്ക് കടക്കുന്നു. വീതി കൂട്ടലിന്റെ ഭാഗമായി അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. സർവേ കഴിഞ്ഞ ശേഷമാണ് JCB ഉപയോഗിച്ച് കയ്യേറ്റങ്ങൾ പൊളിച്ചു നീക്കുന്നത്. റവന്യൂ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടപടി. കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ പാതയോരത്തെ ഷീറ്റുകളും ബോർഡുകളും കെട്ടിടങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നതെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി പറഞ്ഞു. റോഡിൻ്റെ പ്രവൃത്തികൾ ഏകദേശം കൽപ്പക ജംഗ്ഷൻ വരെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇനി കൽപ്പക ജംഗ്ഷൻ മുതൽ നീള വരേക്കുള്ള റോഡിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. അതിൽ സർവേ പൂർത്തീകരിച്ചു. അതിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ആ കക്ഷികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ സ്വമേധയാ റോഡിലേക്ക് ഇറക്കിയിട്ടുള്ള കയ്യേറ്റങ്ങൾ ഒഴിയുന്നതിന് സമ്മതിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആ വർക്കിനോട് ബന്ധപ്പെട്ട് ഇന്ന് കയ്യേറ്റം ഉള്ള ഭാഗത്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് നേരത്തെ സർവേ പൂർത്തിയാക്കുകയും കച്ചവടക്കാർക്കും കെട്ടിട ഉടമകൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. നിലവിൽ കുളപ്പുള്ളി IPT കോളേജ് മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെയുള്ള ഭൂരിഭാഗം സ്ഥലങ്ങളിലും
ഒന്നാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെ റോഡ് നവീകരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി നഗരത്തിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കൽപ്പക ജംഗ്ഷൻ പരിസരത്താണ് കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നത്. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ നടപടികളാണ് പാലക്കാട് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തിയത്. റോഡ് നവീകരണം പട്ടാമ്പി നഗരത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നോടിയായാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നത്. JCB ഉപയോഗിച്ചാണ് അനധികൃത കയ്യേറ്റങ്ങൾ പൊളിച്ചുമാറ്റുന്നത്. കയ്യേറ്റങ്ങൾക്കൊപ്പം പാതയോരത്തെ പൊതു അറിയിപ്പ് ബോർഡുകൾ, പോസ്റ്റുകൾ തുടങ്ങിയവയും നീക്കം ചെയ്യുന്നുണ്ട്. തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ KC കൃഷ്ണകുമാർ തുടങ്ങി റവന്യൂ ഉദ്യോഗസ്ഥരും ജില്ലാ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഇടത് സർക്കാർ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിൽ എന്തെല്ലാം കിട്ടിയെന്ന് പ്രവാസികളും സമൂഹവും വിലയിരുത്തണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. പാലക്കാട്ട് പ്രവാസി കോൺഗ്രസിന്റെ കളക്ടറേറ്റ് ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പലിശരഹിത വായ്പ ഇവിടെ സ്വന്തമായി തൊഴിൽ ചെയ്യാൻ എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. പലിശരഹിത വായ്പ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഇന്ന് വരെ ഒരു പ്രവാസിക്കും പലിശരഹിത വായ്പ ഈ സംസ്ഥാനത്ത് ലഭ്യമായിട്ടില്ല. സൗജന്യമായ 6 മാസക്കാലം സൗജന്യമായ വൈദ്യുതി, അങ്ങനെ സംരംഭങ്ങൾ ആരംഭിക്കുന്ന ആളുകൾക്ക് നൽകുമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അതും പാഴ്വേലയായി കിടക്കുകയാണ്. വിദേശത്ത് പോയി മടങ്ങി വരുന്ന ആളുകളുടെ മക്കളുടെ കല്യാണ ആവശ്യത്തിന് ലക്ഷക്കണക്കിന് രൂപ, 5 ലക്ഷം രൂപ വരെ വായ്പ നൽകാൻ, അതും പലിശരഹിത വായ്പ നൽകാൻ സർക്കാർ സന്നദ്ധമാണ് എന്ന മറ്റൊരു മോഹനസുന്ദര വാഗ്ദാനം നൽകിയത്. കേരളത്തിൽ പ്രവാസികൾ എന്തെങ്കിലും സംരംഭം തുടങ്ങിയാൽ കൊടി പിടിച്ചു പൂട്ടിക്കുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടില്ലെന്നും CV ബാലചന്ദ്രൻ ആരോപിച്ചു. നോർക്ക സംവിധാനം സുതാര്യമാക്കുക, മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കുക, കോളേജുകളിലെ അതിക്രമങ്ങൾ തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രവാസി കോൺഗ്രസ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. പ്രസിഡന്റ് മുത്തു മുഹമ്മദ് നജീബ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V രാമചന്ദ്രൻ, INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ചിങ്ങന്നൂർ മനോജ്, അസീസ് പട്ടാമ്പി, V അഷറഫ്, കരുണാകരൻ, മജീദ് കൊപ്പം, മുഹമ്മദ് കുഞ്ഞ്, റഫീഖ്, നാസർ കപൂർ എന്നിവർ സംസാരിച്ചു. നേരത്തെ ധർണ DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുലിപ്പേടിയിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം, നെടുങ്ങോട്ടൂർ പ്രദേശങ്ങളിൽ പുലിയെ കണ്ടെന്ന് 2 പേർ ഉറപ്പു പറഞ്ഞതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനം വകുപ്പും ഗ്രാമപഞ്ചായത്തും രംഗത്ത്. പുലിയെ കണ്ടെന്ന് പറയുന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. പുലിയെ കണ്ടെന്ന് 2 പേർ ഉറപ്പു പറഞ്ഞ സാഹചര്യത്തിൽ ജാഗ്രതാപൂർണമായ നടപടികളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നത്. പുലിയെ കണ്ടെന്ന് പറയുന്ന പ്രദേശങ്ങളിൽ വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു. 3 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ പുലിയെന്ന് കരുതുന്ന ജീവി സഞ്ചരിച്ച പ്രദേശങ്ങളോട് ചേർന്ന മരങ്ങളിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ചേർന്ന് ക്യാമറ സ്ഥാപിച്ചത്. കൈപ്പുറം, മയിലാടി, ആനയംകൊടി, നെടുങ്ങോട്ടൂർ, പറക്കല്ല്, വെള്ളാരമ്പാറ പ്രദേശങ്ങളിലാണ് പുലി ഉണ്ടെന്ന പ്രചരണം ശക്തമായിട്ടുള്ളത്. കൈപ്പുറം സ്വദേശിയും നെടുങ്ങോട്ടൂർ സ്വദേശിയുമാണ് പുലിയെ കണ്ടത്. ഇടവിട്ട ദിവസങ്ങളിൽ രാത്രിയിലാണ് ഇവർ പുലിയെ കണ്ടതായി പറയുന്നത്. പുലിയെ കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. പുലിയെ കണ്ട 2 ദിവസങ്ങളിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. പുലിയല്ല, കാട്ടുപൂച്ചയാകാമെന്ന നിഗമനത്തിലായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ പുലി തന്നെയാണെന്ന് കണ്ടവർ ഉറപ്പിച്ചു പറയുന്നു. പുലിപ്പേടിയെ തുടർന്ന് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം ചേർന്നു. മുഹമ്മദ് മോഹസിൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗം ജനങ്ങളുടെ ഭീതി അകറ്റാൻ അടിയന്തര ഇടപെടലുകൾ നടത്താൻ നിർദ്ദേശം നൽകി. പ്രദേശത്ത് വനം വകുപ്പിന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. പുലിയുണ്ടെങ്കിൽ കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. പുലിയെ കണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ കാട് പിടിച്ചു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വെട്ടി വൃത്തിയാക്കാൻ
യോഗത്തിൽ നിർദ്ദേശമുയർന്നു. 2 കിലോമീറ്ററോളം വ്യാപ്തിയിൽ കിടക്കുന്ന പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന സംശയമുയർന്നിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ്, വനം വകുപ്പ് സെക്ഷൻ ഓഫീസർ പി സജയകുമാർ, ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എസ് വിനോദ് കുമാർ, എക്സൈസ് റേഞ്ച് ഓഫീസർ ടി ബിനീഷ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, വനം വകുപ്പ് ജീവനക്കാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണാർക്കാട്ട് കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യവുമായി ദമ്പതികൾ എക്സൈസിന്റെ പിടിയിൽ. 46 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. മണ്ണാർക്കാട് കാഞ്ഞിരംപള്ളിപ്പടി കനാൽമുക്കിൽ വെച്ചാണ് മാരുതി എർട്ടിക കാറിൽ കടത്തിക്കൊണ്ടുവന്ന 46 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് അധികൃതർ പിടിച്ചെടുത്തത്. സംഭവത്തിൽ അട്ടപ്പാടി അഗളി കൊട്ടമല ചിറ്റൂർ ദേശത്ത് താഴുമടത്തിൽ വീട്ടിൽ പ്രതീഷ്, ഭാര്യ മീന എന്നിവരെ 1ഉം 2ഉം പ്രതികളായി അറസ്റ്റ് ചെയ്തു. മദ്യം പിടിച്ച സംഭവത്തിൽ അബ്കാരി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വിൽപ്പനയ്ക്കായി വാങ്ങിയ മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് മണ്ണാർക്കാട് എക്സൈസ് സർക്കിൾ പാർട്ടി സർക്കിൾ ഇൻസ്പെക്ടർ ബി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പരിശോധനാ സംഘത്തിൽ PO രംഗൻ, WCO ലിസി, സിഇഒമാരായ ഷിബിൻ ദാസ്, അശ്വന്ത്, ഷഹീദ്, ഡ്രൈവർ ടി വിഷ്ണു എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. പ്രചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കൊടിയ അവഗണന തുടരുകയാണെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വയനാട് ദുരിതാശ്വാസ ഫണ്ട് അനുവദിക്കാതിരിക്കൽ, ബജറ്റിൽ പ്രത്യേക പദ്ധതികൾ നൽകാതിരിക്കൽ തുടങ്ങി വലിയ അവഗണനയാണ് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നതിനു വേണ്ടിയാണ് പ്രചരണവുമായി രംഗത്തു വരുന്നത്. ഫെബ്രുവരി 25-ന് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഉപരോധ സമരമുണ്ട്. സമരത്തിന്റെ പ്രചരണാർത്ഥം CPM പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഫെബ്രുവരി 19-ന് വൈകിട്ട് 6-ന് വാടാനംകുറിശ്ശിയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ ഉദ്ഘാടനം ചെയ്യും. 4 ദിവസങ്ങളിൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. 23-ന് വൈകിട്ട് തൃത്താലക്കൊപ്പത്ത് ജാഥ സമാപിക്കും. ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ നയിക്കുന്ന ജാഥയിൽ സുബൈദ ഇസഹാക്ക് വൈസ് ക്യാപ്റ്റനും AV സുരേഷ് മാനേജറുമായിരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഈ വിഷയം ചെറിയ വിഷയമല്ല. ഇത് CPM എന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ദോഷകരമായ തീരുമാനമാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാകുന്നത്. പദ്ധതി വിഹിതം തുടർച്ചയായിട്ട് ഒഴിച്ചിരിക്കുന്നു. നമ്മൾ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന വിഹിതം ഇപ്പോൾ തരുന്നേയല്ല. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രചരണ പരിപാടിയിൽ നടത്താം. ഇതിന്റെ ഭാഗമായി പാർട്ടിയുടെ പട്ടാമ്പി ഏരിയ കമ്മിറ്റി 19 മുതൽ 23 കൂടിയ ദിവസങ്ങൾ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ നടത്തുക. ഈ ജാഥ നാളെ 19-ന് വാടാനംകുറിശ്ശി വെച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ശങ്കരൻകുട്ടി, U അജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിലുണ്ടായ സംഘർഷത്തിനിടെ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പാലക്കാട് ചേരമംഗലം സ്വദേശി 43 വയസ്സുള്ള ജയൻ, തിരുവനന്തപുരം പരപ്പൻകുന്ന് സ്വദേശി 34 വയസ്സുള്ള സുജിത്ത്, പാലക്കാട് സ്വദേശി 31 വയസ്സുള്ള വിജയകുമാർ എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനാണ് മർദ്ദനമേറ്റത്. ഹോക്കി സ്റ്റിക്ക് പോലുള്ള വടികൊണ്ടാണ് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തത്.
കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ബാറിനുള്ളിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് റോഡിലേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. മർദ്ദനത്തിൽ തലയോട്ടി പൊട്ടുകയും തലച്ചോറിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാതിവില തട്ടിപ്പെന്ന പകൽക്കൊള്ളയുടെ ചിറ്റൂരിലെ തലവൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. ഓഫീസ് സ്റ്റാഫിന് മാത്രമല്ല മന്ത്രിക്കും തട്ടിപ്പുമായി ബന്ധമുണ്ടെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു. തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ ബന്ധം പുറത്തുവിട്ട സുമേഷ് അച്യുതൻ മന്ത്രിയുടെ ഓഫീസിലെത്തി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് തട്ടിപ്പിനിരയായവർ പണം നൽകിയതെന്ന് ആരോപിച്ചു. ഇക്കാര്യം പകൽ പോലെ വ്യക്തമാണ്. മന്ത്രിയുടെ അറിവും സമ്മതവുമില്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ മാസങ്ങളായി പണമിടപാട് നടത്താൻ കഴിയുമെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലാണ്. കെ കൃഷ്ണൻകുട്ടിയുടെ സന്തത സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ പ്രേംകുമാറിനെയാണ് പണമിടപാട് നടത്താൻ ഏൽപ്പിച്ചത്. പാതിവില തട്ടിപ്പിന് ഇടനിലയ്ക്കായി രൂപീകരിച്ച സംഘടനാ വിലാസം കെ പ്രേംകുമാറിന്റേതാണ്. ചിറ്റൂർ സോഷ്യോ എക്കണോമിക് എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിലാണ് തട്ടിപ്പിനായി സംഘടന രൂപീകരിച്ചത്. പൊതുപ്രവർത്തനത്തിനപ്പുറം സാമ്പത്തികമായിരുന്നു ലക്ഷ്യമെന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസിന്റെ വിലാസം നൽകാതെ സ്വന്തം വീടിന്റെ വിലാസം സംഘടനയ്ക്ക് പ്രേംകുമാർ നൽകി ആസ്ഥാനമാക്കിയത്. ഇതോടെ ഇത്രയും ആസൂത്രണത്തോടെ തട്ടിപ്പ് നടത്തി ഇരകളോട് നിങ്ങൾ ആർത്തിപൂണ്ടല്ലേ പണം നൽകിയത് എന്ന മന്ത്രിയുടെ ആക്രോശം പണം നഷ്ടമായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. വിശ്വാസവഞ്ചന കാണിച്ചതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് മന്ത്രി നടത്തിയത്. തട്ടിപ്പിൽ മന്ത്രിയുടെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ പദവി രാജിവെക്കാനുള്ള മാന്യത കെ കൃഷ്ണൻകുട്ടി കാണിക്കണം. MLA സ്ഥാനമടക്കം രാജിവെച്ച് അന്വേഷണം നേരിടാൻ കെ കൃഷ്ണൻകുട്ടി തയ്യാറാകണം. മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാറിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തുവരും. അതോടൊപ്പം പ്രേംകുമാറിന്റെയും ചിറ്റൂർ സോഷ്യോ എക്കണോമിക് എൻവിറോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ച് ഇരകൾക്ക് നഷ്ടമായ തുക തിരിച്ചു നൽകണം. BJPയുടെ ഘടകകക്ഷിയായ ജനതാദൾ നേതാക്കളുടെ അഴിമതി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൊണ്ട് പുറത്തുവരില്ല. ഇതിനാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. ഈ തട്ടിപ്പുകാരെ ചിറ്റൂരിലെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടി സഹായിക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഞാൻ പിൻവലിക്കുകയാണ്. അദ്ദേഹം സഹായിക്കുകയല്ല, ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ തലവൻ അദ്ദേഹമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. അപ്പോൾ ഇത് മന്ത്രിയുടെ പങ്ക് വളരെ വ്യക്തമാണ്. മന്ത്രി അവിടെ ഉള്ള സമയത്ത്, മന്ത്രി ഓഫീസിലുള്ള സമയത്ത് നൂറുകണക്കിന് സ്ത്രീകൾ, പാവപ്പെട്ട സ്ത്രീകൾ ക്യൂ നിന്ന് പണമടച്ചിട്ടാണ് ഈ പാതിവില തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. മന്ത്രി ഇപ്പോൾ അതിമോഹം കൊണ്ടല്ലേ എന്ന് അവരെ നോക്കി കളിയാക്കുന്നത് മന്ത്രിയുടെ പദവിക്ക് ചേർന്ന പണിയല്ല. അദ്ദേഹത്തിൻ്റെ പദവി രാജിവെച്ച്, മന്ത്രി എന്ന പദവി രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിരായിരി പഞ്ചായത്തിലെ മാമ്പ്ര കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ഭരണസമിതി റദ്ദാക്കി. ക്വാറിക്കെതിരെ കഴിഞ്ഞ ദിവസം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ശക്തമായ എതിർപ്പിനിടയിലും മാമ്പ്ര കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാനുള്ള നീക്കത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തിപ്പെട്ടതോടെ കരിങ്കൽ ക്വാറി പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസ് പിരായിരി പഞ്ചായത്ത് ഭരണസമിതി റദ്ദു ചെയ്തു. തിങ്കളാഴ്ച നടന്ന പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെറീന ബഷീറിന്റെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 21 വാർഡ് മെമ്പർമാരും ഒറ്റക്കെട്ടായി പിന്തുണച്ചു. ജനവാസ മേഖലയിൽ കരിങ്കൽ ക്വാറി പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് മനസ്സിലാക്കി ക്വാറി പ്രവർത്തനത്തിനെതിരെ പൗരസമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങിയിരുന്നു. ജനകീയ പ്രതിഷേധം അവഗണിച്ച് മാമ്പ്ര കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ എന്തു വില കൊടുത്തും തടയുമെന്ന് കഴിഞ്ഞ ദിവസം പൗരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് ഏറെ നേരം പരിഭ്രാന്തി പരത്തി. വിദ്യാലയത്തിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ വരാന്തയിൽ വെച്ചാണ് പൊട്ടിത്തെറിയുണ്ടായത്. +1 വിദ്യാർത്ഥിക്ക് കാലിൽ ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും സാരമുള്ളതല്ല.
സ്കൂൾ വളപ്പിൽ നിന്ന് ലഭിച്ച സെല്ലോ ടാപ്പ് കൊണ്ട് പൊതിഞ്ഞ പന്തുപോലത്തെ വസ്തു വിദ്യാർത്ഥികൾ തട്ടിക്കളിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിച്ചത്. +1 വിദ്യാർത്ഥിക്ക് കാലിന് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും പരിക്ക് സാരമുള്ളതല്ല. കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. സംഭവത്തെ തുടർന്ന് ബോംബ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. കാട്ടുപന്നിയെ പിടികൂടുന്നതിനായി വെച്ച സ്ഫോടക വസ്തു തെരുവുനായ്ക്കളോ മറ്റോ കടിച്ചുകൊണ്ടുവന്ന് സ്കൂൾ വളപ്പിലിട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പഴയന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലകരിച്ചിൽ രോഗം പടരുന്നു. 26 ഏക്കർ നെൽകൃഷി നാശഭീഷണിയിലാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. മണ്ണൂർ നഗരിപ്പുറം തെഞ്ചേരിപ്പാടം പാടശേഖരത്തിൽ ഓലകരിച്ചിൽ രോഗം വ്യാപകമായി പടരുന്നതോടെ കൃഷിക്ക് വ്യാപകനാശം. ഇതുമൂലം പാടശേഖരത്തിലെ 26 ഏക്കർ വരുന്ന നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. ഇവരിൽ കർഷകരായ വിജയം കൊട്ടേപ്പാടം, ഷാജൻ തെക്കേക്കര എന്നീ കർഷകരുടെ 2.5 ഏക്കർ വരുന്ന നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. കൊയ്തെടുക്കാൻ 1 മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഓലകരിച്ചിൽ വ്യാപകമായത്. 2 ആഴ്ച കൊണ്ട് പാടശേഖരം പൂർണ്ണമായും രോഗം ബാധിച്ചു. കൃഷി ഓഫീസിൽ വിവരം നൽകിയതിനെ തുടർന്ന് കൃഷി ഓഫീസർ തസ്നിമോൾ, അസിസ്റ്റന്റുമാരായ ഷീബ, ജറീന എന്നിവർ കഴിഞ്ഞ ദിവസം നശിച്ച നെൽകൃഷിയിടങ്ങളിൽ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ലോൺ എടുത്തും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചുമാണ് കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയത്. കൃഷിവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഡ്രോൺ ഉപയോഗിച്ച് നിലവിൽ വയേഗ കീടനാശിനിയും ഉപയോഗിച്ചായി സമിതി ഭാരവാഹികളായ അബ്ദുൽ ഖാദർ, റിയാസുദ്ദീൻ, AVM റസാഖ് എന്നിവർ പറഞ്ഞു. ഏകദേശം 24ഓളം വരുന്ന കർഷകരുടെ 25ഓളം ഏക്കർ സ്ഥലവും ഏകദേശം കതിര് നിരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പൊട്ടില് കതിര് നിരന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് രൂക്ഷമായ രീതിയിൽ പുഴുക്കേട് ബാധിച്ച് വളരെ സാമ്പത്തിക നഷ്ടം കർഷകർക്ക് ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓലകരിച്ചിലാണോ പുഴുക്കേടാണോ എന്താണെന്ന് വ്യക്തമായി അറിയാത്തതിൻ്റെ സ്ഥലത്തെത്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. സ്ഥലം സന്ദർശിച്ച് ബന്ധപ്പെട്ട മരുന്ന് നിലവിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ മാറ്റിയിട്ട് വയേഗ എന്ന് പറയുന്ന പുതിയൊരു തരം മരുന്നുണ്ട്. ആ മരുന്ന് പ്രയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പുതിയ തരം വൈറസ് എന്നാണ് കർഷകരുടെ അഭിപ്രായം. ഉന്നത ഗവേഷണ സംഘം കൃഷിസ്ഥലം സന്ദർശിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 1-ാം വിളക്ക് തന്നെ കർഷകർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം, ഇത്തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആർക്കും കാര്യമായി സപ്ലൈകോക്ക് നെല്ലിളക്കാനോ കാര്യമായ രീതിയിൽ നെല്ല് സംഭരിക്കാനോ കഴിയാത്തൊരവസ്ഥയും വന്നു. 2-ാം വിളയും ഇതേമാതിരി നാശനഷ്ടം സംഭവിക്കുകയാണ്. ഈ വരും കാലങ്ങളിൽ കൃഷി ഇറക്കണോ എന്നുള്ള കാര്യം കർഷകർ ആലോചിക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ ഉപയോഗിച്ച മരുന്നുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ലെന്നും ഈ അവസ്ഥയാണെങ്കിൽ അടുത്ത വർഷം മുതൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്നും കർഷക സംഘം മണ്ണൂർ വില്ലേജ് പ്രസിഡന്റ് AVM റസാഖ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കിയ സൂപ്രണ്ടിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. സൂപ്രണ്ടിനെ മാറ്റണമെന്ന് കൗൺസിൽ ഐകകണ്ഠേനയാണ് തീരുമാനിച്ചത്. ഏതാനും മാസങ്ങളായി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതികൾ വ്യാപകമാണ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലായ സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയർന്നുവരുന്നത്. ജനപ്രതിനിധികളും പ്രതിഷേധത്തിലാണ്. ആശുപത്രിയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടുകയും ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കുന്ന വിധത്തിലേക്ക് മേധാവി തന്നെ മാറുന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ കൗൺസിൽ കർശന നിലപാട് സ്വീകരിച്ചത്. HMC യോഗങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാത്ത സ്ഥിതിയാണുള്ളതെന്ന് കൗൺസിൽ യോഗത്തിൽ ആരോപണമുയർന്നു. ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്നത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെയാണ്. ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കും വിധത്തിൽ ഡോക്ടർമാരുടെ സേവനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 170 കിടത്തി ചികിത്സയുണ്ടായിരുന്ന ആശുപത്രിയുടെ സ്ഥിതി പരിതാപകരമാണിപ്പോൾ. അഡ്മിഷൻ ഉൾപ്പെടെ നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ ചർച്ച ചെയ്തെങ്കിലും ജനറൽ കൗൺസിൽ ചർച്ച ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് താലൂക്ക് ആശുപത്രിയുടെ സേവനം മെച്ചപ്പെടുത്താനുള്ള തീരുമാനം. ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കാൻ നേതൃത്വം നൽകിയ സൂപ്രണ്ടിനെ മാറ്റാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകാൻ യോഗം ഐകകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. അടുത്ത ദിവസം തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി, വൈസ് ചെയർമാൻ K. രാജേഷ് എന്നിവർ പറഞ്ഞു. ഒറ്റപ്പാലത്തെ നഗരസഭാ കൗൺസിലിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി താലൂക്ക് ആശുപത്രിയുടെ സേവനം മെച്ചപ്പെടാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിലേക്ക് മാറാൻ എല്ലാ വിധത്തിലുള്ള പിന്തുണയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമുക്ക് ലഭിക്കുകയുണ്ടായി.
അതുകൊണ്ട് തന്നെ ഈ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കാൻ നേതൃത്വം കൊടുത്ത താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ മാറ്റുന്നതിന് വേണ്ടി നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് നൽകുന്നതിന് വേണ്ടി കൗൺസിൽ ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചിനക്കത്തൂർ പൂരത്തിനൊരുങ്ങി ഒറ്റപ്പാലം ദേശം. ബുധനാഴ്ച ചിനക്കത്തൂർക്കാവിൽ 7ാം കളരിക്കൂത്ത് നടത്തുന്നത് ഒറ്റപ്പാലം ദേശമാണ്. വിപുലമായ പരിപാടികളാണ് ഇത്തവണയും ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ദേശ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ക്ഷേത്ര മൈതാനത്തെ വേദിയിൽ വൈകിട്ട് 6:30 ഒറ്റപ്പാലം ദേശകമ്മിറ്റി അംഗം മോഹൻദാസ് രചിച്ച കുറുവട്ടൂർ അനിൽകുമാർ സംഗീതം നൽകി സിനിമാ പിന്നണി ഗായക ദുർഗ വിശ്വനാഥ് ആലപിച്ച ചിനക്കത്തൂർ അമ്മയുടെ ഭക്തിനിർഭരമായ ഗാനത്തിന്റെ CD കഥകളി സംഗീതജ്ഞൻ സദനം ഹരികുമാർ പ്രകാശനം ചെയ്യുമെന്ന് ദേശകമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചിനക്കത്തൂർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CD ഏറ്റുവാങ്ങും. 7-ന് സിനിമാ സീരിയൽ താരം ശാലു മേനോൻ അഭിനയിക്കുന്ന ചങ്ങനാശ്ശേരി ജയകേരളയുടെ നാഗവല്ലി മനോഹരി ബാലെ അരങ്ങേറും. മാർച്ച് 6 മുതൽ ഒറ്റപ്പാലം NSS KPT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ കലാപരിപാടികൾക്ക് തുടക്കമാകും. വൈകിട്ട് 7 മുതൽ രാത്രി 10 വരെയാണ് കലാപരിപാടികൾ. മാർച്ച് 6-ന് മിഴാവിൽ ഡബിൾ തായമ്പക, 7-ന് UM കലാസമിതിയുടെ ദുര്യോധനവധം കഥകളി, 8-ന് പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട്, 9-ന് ശ്രീനാഥാന്റെ അഞ്ജു ജോസഫ് നയിക്കുന്ന ഗാനമേള, 10-ന് വിനീത നെടുങ്ങാടിയും സംഘവും അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, 11-ന് കല്ലൂർ ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ടിമേളം, ഒറ്റപ്പാലം നൂപുര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമിയുടെ നൃത്തസന്ധ്യ, 12-ന് ആട്ടം കലാസമിതിയുടെ മ്യൂസിക് ഫ്യൂഷൻ എന്നിവയാണ് പരിപാടികൾ. 11-ന് പകൽ 2 മണിക്ക് കുതിരയ്ക്ക് തലവെക്കും. പൂരദിവസം രാവിലെ 11 മുതൽ 1:30 വരെ പൂരസദ്യയുമുണ്ടാകും. മാർച്ച് 12-നാണ് ചിനക്കത്തൂർ പൂരം. ചിനക്കത്തൂർ ക്ഷേത്രത്തിലെ കൂത്ത് പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി 7ാം കളരിക്കൂത്ത് ഒറ്റപ്പാലം ദേശമാണ് നടത്താറുള്ളത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഈ വർഷം പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് വൈകുന്നേരം 7 മണിക്ക് ക്ഷേത്ര മൈതാനത്ത് വെച്ച് ദേശക്കൂത്ത് നടത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ബാലെ നടത്താൻ ഉദ്ദേശിക്കുന്നു. അത് പ്രശസ്ത സിനിമ സീരിയൽ താരമായിട്ടുള്ള ശാലു മേനോൻ അവതരിപ്പിക്കുന്ന ചങ്ങനാശ്ശേരി ജയകേരള എന്ന കലാസമിതിയുടെ നാഗവല്ലി മനോഹരി എന്ന ബാലയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിവിധ കലാപരിപാടികൾ മാർച്ച് മാസം 6-ാം തീയതി മുതൽ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂളിൽ വെച്ച് വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും കൃത്യം 7 മണി മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിലാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. ഒറ്റപ്പാലം ദേശകമ്മിറ്റി പ്രസിഡന്റ് K കരുണാകരൻ, സെക്രട്ടറി K ശിവദാസ്, ട്രഷറർ S ശെൽവൻ, വൈസ് പ്രസിഡന്റ് M പ്രഭാനന്ദൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11 പുലാപ്പറ്റശ്ശേരിയിൽ 2024-2025 വർഷത്തെ പദ്ധതിയിൽ 12 ലക്ഷം രൂപ വകയിരുത്തി നവീകരിച്ച വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സതീഷ് അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പടി വീമ്പൻകുഴി റോഡ്, IPP സെന്റർ റോഡ്, കുഴിഞ്ഞുപോക്കിൽ ട്രാക്ടർ റോഡ്, അയ്യപ്പനാൽ ഉപ്പാമൂച്ചിക്കൽ റോഡ് തുടങ്ങിയവയാണ് കോൺക്രീറ്റ് പ്രവൃത്തിക്ക് ശേഷം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. മണ്ണൂർ കൈമക്കുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരായ പ്രചരണം തള്ളിക്കളയണമെന്ന് ഭാരവാഹികൾ. കോമരത്തിനെതിരായ നടപടിക്ക് പിറകെ ചില കൂട്ടായ്മകൾ നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെയായിരുന്നു ഒറ്റപ്പാലത്ത് ട്രസ്റ്റി ബോർഡിന്റെ വാർത്താ സമ്മേളനം. മുഴുവൻ സമയ ജീവനക്കാരനായ വെളിച്ചപ്പാടിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില അച്ചടക്ക ലംഘനങ്ങളുടെ പേരിലായിരുന്നു നടപടിയെന്ന് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ വിശദീകരിച്ചു. ഇതിനു പിന്നാലെ രൂപീകരിക്കപ്പെട്ട കൂട്ടായ്മ അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഇതിനെ നിയമപരമായി നേരിടുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ മാർഗരേഖകൾ പാലിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ സുതാര്യമായാണ് ക്ഷേത്രഭരണമെന്നും ഇവർ വിശദീകരിച്ചു. മാർച്ച് 25-ന് ആഘോഷിക്കുന്ന കൂത്തുതാലപ്പൊലി ഉത്സവത്തിന് ഭക്തരുടെ പിന്തുണ വേണമെന്ന് ട്രസ്റ്റി ബോർഡ് അഭ്യർത്ഥിച്ചു. മാനേജിംഗ് ട്രസ്റ്റി K രവീന്ദ്രനുണ്ണി, MP രാജകുമാരനുണ്ണി, VK സഞ്ജയ് ചന്ദ്രൻ, PK സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭക്തജന പ്രതിഷേധ കമ്മിറ്റി ഈ ഇടക്കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വെളിച്ചപ്പാടിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തി വരുന്ന കോടതി നടപടികൾക്ക് വിധേയമായി നടന്നുകൊണ്ടിരിക്കുന്ന ജീവനക്കാരനെന്ന വെളിച്ചപ്പാടിൻ്റെ
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭക്തരുടെ ഭക്തജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മേലിൽ ഉത്സവാഘോഷങ്ങൾ നടത്തുന്നതിന് ദേശവേദാഘോഷ കമ്മിറ്റികളായിട്ട് ഈ വരുന്ന 22-ാം തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 22 വരെ ക്ഷേത്രത്തിൽ വന്ന് രജിസ്റ്റർ ചെയ്യാനും കൂട്ടുകാരപ്പടി ഭംഗിയായി നടത്താനും അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സർക്കാർ അനുവദിക്കുന്ന രാത്രികാലങ്ങളിലുള്ള സമയക്രമം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പകുതി വില തട്ടിപ്പിന് ഇരയായ മുഴുവൻ പേർക്കും പണം തിരിച്ചു നൽകണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് പ്രസസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. പകുതി വില തട്ടിപ്പിനിരയായ മുഴുവൻ പേർക്കും പണം തിരികെ നൽകുക, SSLC മോഡൽ പേപ്പർ സമയബന്ധിതമായി പൂർത്തീകരിച്ച അച്ചടി വകുപ്പിനെതിരെ നടത്തിയ നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കുക, വിവിധ വകുപ്പുകളുടെ അച്ചടി ജോലികൾ സർക്കാർ പ്രസിൽ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഗവൺമെന്റ് പ്രസസ് എംപ്ലോയീസ് യൂണിയൻ CITU ഷൊർണൂർ യൂണിറ്റിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. INTUC മുൻ സെക്രട്ടറിയും ഇപ്പോൾ കണ്ണൂർ ഗവൺമെന്റ് പ്രസിലെ സീനിയർ ഗ്രേഡ് പ്രിന്ററുമായ നാസർ ബാബു കോഴിക്കോട്ടെ ഹവിൽദാർ സോഷ്യൽ ബീവെന്റേഴ്സ് എന്ന സൊസൈറ്റിയുടെ പേരിൽ ഷൊർണൂർ ഗവൺമെന്റ് പ്രസിലെ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി സാധനങ്ങൾ ഇതുവരെയും നൽകിയിട്ടില്ലെന്ന് സമരക്കാർ ആരോപിച്ചു. നഷ്ടപ്പെട്ടവരുടെ തുക ഉടൻ തിരിച്ചു നൽകണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും CSR ഫണ്ട് ഉണ്ടല്ലോ, അത് കിട്ടല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടല്ലേ എന്ന ധാരണയിൽ എല്ലാവരും ഇതിലങ്ങ് കൊണ്ടുപോയി. ഷൊർണൂർ ഗവൺമെൻറ് ബസ്സിലും ഒരുപാട് പേർ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സാധാരണ ചെന്ന് പെട്ടവരാരും അങ്ങനെ പുറത്ത് പറഞ്ഞിട്ടില്ല. കുറച്ച് പേർ പെട്ടിട്ടുള്ള വിവരം അറിയുന്നുണ്ട്, പെട്ടവരും അറിയില്ല. നമ്മളൊക്കെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അപൂർവമായിട്ടാണല്ലോ സിനിമക്ക് പോയിട്ട് ഒരു തല്ലിപ്പൊളി സിനിമയിൽ പോയി പെട്ടുപോയാൽ നമ്മളെന്താ ചെയ്യുക? ഉടനെ നമ്മുടെ ഫ്രണ്ട്സിനോട് വന്ന് പറയും, നല്ല സിനിമയാണ് നീ കാണണട്ടോ, നീയും പോയി പെട്ടോന്നാണ് അതിൻ്റെ അർത്ഥം. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ശിവദാസ്, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി M. V. സുജേഷ് എന്നിവർ സംസാരിച്ചു. VT രാധാമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി R. പുഷ്പരാജൻ സ്വാഗതവും B. ബിനോജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃത്താലയിൽ അന്താരാഷ്ട്ര തീവ്രവാദികളുടെ ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് BJP ആവശ്യമുന്നയിച്ച് പാലക്കാട് നഗരത്തിൽ BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ദേശോത്സവത്തിന്റെ മുഖ്യ ഉദ്ഘാടകനും അതുപോലെ തന്നെ അതിന്റെ മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുള്ളത് MP രാജേഷും അതുപോലെ തന്നെ VT ബലറാമുമാണ്. ഇവരെല്ലാ കാലത്തും ഹൈന്ദവ ആചാരങ്ങളെ, ഭൂരിപക്ഷ സമുദായത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവഹേളിച്ച ആളുകളാണ്. ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഒരു എഴുന്നള്ളിപ്പ് നടന്ന സമയത്ത് അതിനെ തള്ളി പറയാനോ അതിനെ അപലപിക്കാനോ ഈ നിമിഷം വരെ ശ്രീ MP രാജേഷും അതുപോലെ തന്നെ VT ബലറാമും തയ്യാറായിട്ടില്ല. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ RG മിലൻ, R. അശോക്, നേതാക്കളായ C. മധു, ചെന്താമര, ബാബു വെണ്ണക്കര, TS മീനാക്ഷി, KV വിശ്വനാഥൻ, ശരവണൻ തിരുനെല്ലായി, ജനാർദ്ദനൻ, അനുരൂപൻ പട്ടിക്കര, മയൂരവർമ്മൻ, M. വിസ്മയ, C. മുരളീധരൻ, R. സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃത്താല ഫെസ്റ്റിന്റെ മറവിൽ ഹമാസ് തീവ്രവാദികളുടെ ഫോട്ടോ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ച സംഭവത്തിൽ BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഷൊർണൂർ DYSPക്ക് പരാതി നൽകി. ഭീകരവാദികളെ സൃഷ്ടിക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് തൃത്താലയിൽ നടന്നതെന്ന് വേണുഗോപാൽ ആരോപിച്ചു. ചെറുപ്പക്കാരിൽ തീവ്രവാദം വളർത്തുന്നതിനും സ്ഥലത്ത് സംഘർഷമുണ്ടാക്കി
മതപരമായ വേർതിരിവുണ്ടാക്കാനുമുള്ള ബോധപൂർവ ശ്രമത്തിന്റെ ഭാഗമായാണ് തീവ്രവാദികളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചതെന്ന് പി വേണുഗോപാൽ പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു. ആനപ്പുറത്ത് ഫോട്ടോ പ്രദർശിപ്പിച്ചവരുടെ പേരിൽ നടപടിയെടുക്കുകയും ഇതിനു പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ഹമാസ് തീവ്രവാദികളുടെ ചിത്രം പ്രദർശിപ്പിച്ചതിനും പോലീസ് നടപടിയെടുക്കാത്തതിനുമെതിരെ വൻ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പി വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വിതരണ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ റജീന, സെക്രട്ടറി ജഗദീഷ്, പ്ലാൻ കോർഡിനേറ്റർ ടി വി ഗിരീഷ്, ICDS സൂപ്പർവൈസർ ശ്യാംലി വിശ്വം, മുഹമ്മദ് ഫവാസ്, പി മുഹമ്മദ്, ഉഷാദേവി എന്നിവർ സംസാരിച്ചു. 1,25,000 രൂപ ചെലവഴിച്ച് 125 വയോജനങ്ങൾക്കാണ് ഉപകരണങ്ങൾ നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാൻ പട്ടാമ്പിയിലെ വ്യാപാരികൾ യാത്ര തിരിച്ചു. സമരത്തിൽ പങ്കെടുക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉൾപ്പെടെ 11 പേർക്ക് സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വാടകയ്ക്ക് മേൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച 18% GST പിൻവലിക്കുക, ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക, തൊഴിൽ സ്ഥിരത ഉറപ്പുവരുത്തും വിധം വാടക നിയന്ത്രണ നിയമം നടപ്പിലാക്കുക എന്നിങ്ങനെ വ്യാപാര മേഖലയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കാനാണ് പട്ടാമ്പി യൂണിറ്റിൽ നിന്ന് ബാബു കോട്ടയിൽ ഉൾപ്പെടെ 11 പേർ യാത്ര തിരിച്ചത്. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നമസ്കാരം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ഘടകം ആഹ്വാനം ചെയ്ത പാർലമെന്റ് മാർച്ച് നാളെ നടക്കുകയാണ് ഡൽഹിയിൽ. GST ഉൾപ്പെടെയുള്ള കച്ചവടക്കാർക്കെതിരെയുള്ള നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുന്ന മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പട്ടാമ്പി യൂണിറ്റിന്റെ 11 പ്രതിനിധികൾ ഇന്നിവിടെ യാത്ര തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നാളെ അവിടെ നടക്കുന്ന ആ വലിയ ഒരു ധർണാ സമരത്തിന്റെ ഭാഗമാവാൻ പട്ടാമ്പിയുടെ സമര സാരഥികൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുതിർന്ന പൗരന്മാരുടെ സ്വതന്ത്ര സന്നദ്ധ കൂട്ടായ്മയായ MGU3A സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം മണ്ണൂർ നഗരിപ്പുറത്ത് നടന്നു. വിവിധ ജില്ലകളിൽ നിന്നായി 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. അതിന്റെ തുടക്കം ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ മുന്നോട്ട് പല രീതിയിലുള്ള പ്രോഗ്രാം, പല രീതിയിലുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞാനീ പറയുന്ന പോലെ 25 വർഷം എന്ന് ഞാൻ പറഞ്ഞൊരു അല്പം കൂടുതലാണ്. പക്ഷേ 10 വർഷത്തിനകത്ത് തന്നെ ആ ഒരു കാര്യം സാധിക്കാൻ പറ്റും. അത് നമ്മൾ ഒരുമിച്ച് വിചാരിച്ചാൽ അങ്ങനെയുള്ള ഒരു സംരംഭമാണ്. ഞാൻ വിളിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് എല്ലാവർക്കും വ്യക്തിപരമായ വേദനത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. മണ്ണൂർ നഗരിപ്പുറം മഹാവിഷ്ണു ക്ഷേത്രം ഊട്ടുപുരയിൽ സംഘടിപ്പിച്ച അവലോകന യോഗത്തിൽ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ, MGU3A ഡയറക്ടർ ഡോക്ടർ ടോണി തോമസ്, മെന്റർ ഡോക്ടർ തോമസ് എബ്രഹാം, ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ഗീത സരസ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്തു. ജില്ലാതലത്തിൽ നടന്ന പ്രവർത്തനങ്ങളെയും ഭാവി പ്രവർത്തനങ്ങളെയും കുറിച്ച് കോർഡിനേറ്റർമാർ വിശദമായി റിപ്പോർട്ട് ചെയ്തു. പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും വ്യാപകമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂരിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ആഭരണ നിർമ്മാണ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൃച്ചി സ്വദേശി മീനാക്ഷിയായിരുന്നു പരിശീലകർ. മങ്കര മണ്ണൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 45 വയസ്സിൽ താഴെയുള്ള 35 തൊഴിലാളികൾക്കാണ് പരിശീലനം നൽകിയത്. ട്രിച്ചി സ്വദേശി മീനാക്ഷിയാണ് പരിശീലക. കനറ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പരിശീലന ക്ലാസിന്റെ സമാപനം മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. നല്ല ഭംഗിയുള്ളതാണ്. അതായത് നമ്മൾ ഈ പരിശീലനം 10 ദിവസത്തെ പരിശീലനം കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ പോലെ സൂചിപ്പിച്ച പോലെ നമുക്ക് 100 ദിവസം തൊഴിലുറപ്പ് പദ്ധതിയിൽ പണി കഴിഞ്ഞ ആളുകൾക്കും അതല്ലാതെ പരിശീലനം വേണ്ട ആളുകൾക്കും, അതായത് സ്ത്രീകളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വിവിധ തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സുമ, ഉണ്ണികൃഷ്ണൻ, ഷിഹാബ്, സരിത, ഷഫീന നജീബ്, BP ആതിര, A ബൾക്കീസ്, പ്രോഗ്രാം കോർഡിനേറ്റർ
AD റോണി എന്നിവർ സംസാരിച്ചു. വനിതാ തൊഴിലാളികൾ നിർമ്മിച്ച നിരവധി ആഭരണങ്ങളും പ്രദർശനത്തിന് വെച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ജനഭേരിയിൽ നോവൽ സംവാദം സംഘടിപ്പിച്ചു. ചകുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ജനകീയ വായനശാലയുടെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി നടന്ന സംവാദം സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു. MN വിനയകുമാർ എഴുതിയ ഹിഡുംബി എന്ന നോവൽ ആസ്പദമാക്കിയായിരുന്നു സംവാദം. വിനയകുമാറിന്റെ രചനകൾ മുമ്പേ ശ്രദ്ധിക്കാതിരുന്നതിൽ ഖേദിക്കുന്നുവെന്ന് സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്ത സംവിധായകൻ പ്രിയനന്ദനൻ പറഞ്ഞു. വായനശാല പ്രസിഡന്റ് KN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി മോഡറേറ്ററായിരുന്നു. ഡോക്ടർ ജോൺ ജോഫ്രി വിഷയം അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, റീബ പോൾ, VR ഷീമ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. MN വിനയകുമാർ, KN അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി K വിനോദ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ബിന്ദു നന്ദിയും പറഞ്ഞു. തുടർന്ന് നാഷണൽ മൈക്രോ ഡ്രാമ ഫെസ്റ്റിവൽ 2025 ഒന്നാം സ്ഥാനം നേടിയ ജനഭേരിയിലെ വിദ്യാർത്ഥികളുടെ ഭൂതക്കണ്ണാടി എന്ന നാടകത്തിന്റെ അവതരണവുമുണ്ടായി. ഡൽഹിയിൽ നടന്ന ഫെസ്റ്റിവലിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് വായനശാലയുടെ ഉപഹാരം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സമ്മാനിച്ചു. ചരിത്രം അതൊന്നും യാഥാർത്ഥ്യമല്ല, എന്നാൽ അയാഥാർത്ഥ്യമായിട്ടുള്ളതാണ് ചരിത്രം എന്ന പ്രചരണം നടത്തുന്ന ഒരുപക്ഷെ പഴയകാല പലതും, രാമായണം അല്ലെങ്കിൽ ഭഗവത്ഗീത, ഇതൊക്കെയാണ് ചരിത്രം എന്ന് പഠിപ്പിക്കുന്ന ബോധങ്ങളോടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രായാധിക്യം വകവെക്കാതെ പഞ്ചവാദ്യത്തിലെ മദ്ദള കുലപതി ചെറുപ്പളശ്ശേരി ശിവൻ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരത്തിന് ആറ്റൂർ ദേശത്തിന്റെ പഞ്ചവാദ്യത്തിൽ അമരക്കാരനായിരുന്നു അദ്ദേഹം. 78 വയസ്സുള്ള ചെറുപ്പളശ്ശേരി ശിവൻ മദ്ദളത്തിൽ കൈവച്ചാൽ 16ന്റെ ചുറുചുറുക്കാണ് ഇപ്പോൾ. 78 വയസ്സിൽ എത്തി നിൽക്കുന്ന ഇദ്ദേഹം 27 കിലോ ഭാരമുള്ള മദ്ദളം അരയിലിട്ട് തന്റെ മാന്ത്രിക കൈകൾ കൊണ്ട് മദ്ദളത്തിൽ കൊട്ടിയപ്പോൾ 16ന്റെ ചുറുചുറുക്കോടെയാണ് കൊട്ടിക്കയറിയത്. ഈ വയസ്സിലും ഇത്രയും ആവേശത്താൽ താളമിട്ട് കാണിച്ചതോടെ ജനങ്ങൾ ഒന്നിറങ്കം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആയിരത്തി 1947 ചെറുപ്പളശ്ശേരി അപ്പുണ്ണി നായരുടെയും മാതാവ് അമ്മുഅമ്മയുടെയും 6 മക്കളിൽ മൂത്ത മകനായി ജനിച്ചു. 7ാമത്തെ വയസ്സിൽ മുത്തച്ഛൻ കുഞ്ഞൻ നായരുടെ കീഴിൽ മദ്ദളം അഭ്യസിക്കാനായി ചേർന്നു. 8ാം വയസ്സിൽ ഗാന്ധി സേവാസഭയിൽ പഠിച്ചു. 12ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് അങ്ങോട്ട് വിവിധ ആശാന്മാരുടെ കീഴിൽ പഠിക്കുകയും ഇതോടൊപ്പം തന്നെ വിവിധ കഥകളിയിലും കൊട്ടാനും പോയിരുന്നു. കലാമണ്ഡലത്തിൽ അധ്യാപകനായും HOD-യായും സേവനമനുഷ്ഠിച്ചു. കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലും മദ്ദളത്തിന്റെ കുലപതിയായി ജനങ്ങൾ ഏറ്റെടുത്തു. ഇതിനിടെ അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഇംഗ്ലണ്ട്, തായ്ലൻഡ്, ദുബായ്, ബഹ്റിൻ, ഖത്തർ അങ്ങനെ നീണ്ടുപോകുന്ന നിരവധി വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും നിരവധി അവാർഡുകൾ ഇദ്ദേഹത്തെ തേടിയെത്തി. എന്നാൽ പത്മശ്രീ പോലുള്ള അവാർഡ് ലഭിക്കാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരു മഹാവ്യക്തിക്ക് ഇന്നേ വരെ പത്മശ്രീ ലഭിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിരവധി ശിഷ്യന്മാർക്ക് അദ്ദേഹത്തിന്റെ കഴിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 31ാം വയസ്സിൽ സഹധർമ്മിണി വിജയകുമാരിയെ വിവാഹം ചെയ്തു. 2 മക്കൾ. കലാമണ്ഡലം ഹരിഹരൻ ഇപ്പോൾ HOD-യായി പ്രവർത്തിക്കുന്നു. മകൾ ചളവറ സ്കൂളിലെ അധ്യാപികയാണ്. ഈ പ്രായത്തിലും ഇവിടെ എത്താൻ പറ്റിയത് ഭഗവാന്റെ കടാക്ഷമാണെന്നും ചെറുപ്പളശ്ശേരി ശിവൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 68 കൊല്ലം ആയി ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ 78 വയസ്സ് ആയി. എൻ്റെ അടുത്ത് ഒരു 100 ചില്ലാനം ആൾക്കാർ പഠിച്ചു പോയി, കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് കുറേ ആൾക്കാർ കൊട്ടിക്കൊണ്ട് നടക്കേണ്ട കുറേ ആൾക്കാർക്ക് ജോലിയൊക്കെ കൊടുത്തു. അവരെയൊക്കെ വന്ന് 3-4 ആളെ ദുബായിക്ക് അയച്ചു, 2 ആളെ സ്റ്റേറ്റ് ബാങ്കിലാക്കി. അതുപോലുള്ള
വെറുതെ നടക്കാൻ സമ്മതിക്കില്ല, ഫീസ് വാങ്ങാറില്ല, ആരിൽ ഫീസ് വാങ്ങാറില്ല. അതിന് കാരണം എൻ്റെ അമ്മയുടെ അച്ഛനായ മുത്തച്ഛൻ മതക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഇത് വിലമതിക്കാത്തതാണ്, ഇതിന് ഫീസ് വാങ്ങരുത് എന്ന് എന്നോട് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം ഇതുവരെ പഠിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാറ്റൊലി. ശശി തരൂർ കോൺഗ്രസിന് ബാധ്യതയായി മാറുകയാണെന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസുകാർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള ശ്രീ ശശി തരൂർ അവരുടെ ഒരു പ്രസ്താവന ഈ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായും വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണ മുരടിപ്പ് സംസ്ഥാന ഗവൺമെൻറ്റിലെ ഘടകകക്ഷികൾ പോലും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പറയുകയും അതോടൊപ്പം തന്നെ CPM-ൻ്റെ നേതാക്കന്മാരും വളരെ രഹസ്യമായി അംഗീകരിക്കുന്ന ഒരു വിഷയമാണ് സംസ്ഥാനത്തെ ഭരണ മുരടിപ്പ് എന്നുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ബഹുമാന്യനായ ശ്രീ ശശി തരൂരിൻ്റെ ഈ പ്രസ്താവന വളരെ ഖേദകരമാണ്, അത് നിരുത്തരവാദകരമാണ്. തീർച്ചയായും അദ്ദേഹം ആ പ്രസ്താവന തിരുത്തിക്കൊണ്ട് മുന്നോട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസിനൊരു ഭാരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഭാരമാവാനാണത്? കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് വലതുപക്ഷത്തിൻ്റെ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഒന്നും പറഞ്ഞിട്ടില്ല. അതെക്കാലത്തും അവരുടെ നയങ്ങളാണ്. ആ നയങ്ങൾക്കനുസരിച്ചൊരു ലേഖനം പുള്ളി എഴുതി, അത്രയേ ഉള്ളൂ. ഇവിടെ കാണേണ്ട വിഷയം അതല്ല. ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരമൊരു സാധ്യതയ്ക്കുള്ള മണ്ണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിനൊന്നും സാധ്യത ഉണ്ടെന്ന് കരുതിയിരുന്ന മണ്ണ് അത് ഇത്തരം ആൾക്കാർക്ക് അനുയോജ്യമാക്കി തീർക്കാൻ CPM അല്ലാതെ പണിയെടുത്തു അവരാഗ്രഹിച്ചിരുന്നത്. ആ ഒരു ഭൂമിയിലേക്ക് ശശി തരൂരിനെ പോലുള്ളവരെ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അവർ വന്നു. പാർട്ടി അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് അദ്ദേഹം എന്തർത്ഥത്തിൽ പറഞ്ഞു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് വ്യക്തമല്ല. അദ്ദേഹം ആ പറഞ്ഞത് തിരുത്തും എന്നാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വിശ്വാസം. പിന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്നുള്ളത് ആർക്കും വ്യക്തമല്ല. അദ്ദേഹം ഒരു കാരണവശാലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നൊരു സമീപനം സ്വീകരിക്കില്ല എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വിശ്വാസം. കഴിഞ്ഞ ദിവസം ശരത് ലാൽ കൃപേഷിൻ്റെ ഓർമ്മ ദിനമായിരുന്നു. അദ്ദേഹം CPM-നെ വിശേഷിപ്പിച്ചത് നരഭോജികൾ എന്നാണ്. അപ്പോൾ അത്രമാത്രം അദ്ദേഹം CPM-നെ വെറുക്കുന്നു. അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു നേതാവാണ് ശശി തരൂർ. അദ്ദേഹം എന്തടിസ്ഥാനത്തിൽ പറഞ്ഞെന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അദ്ദേഹം മാറ്റി പറയും, തിരുത്തുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നു. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ സാധ്യതയിൽ ആദ്യ പരിഗണന മലമ്പുഴയ്ക്കെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. മലമ്പുഴ കവയിൽ കേരളത്തിലെ പ്രഥമ ഇന്റഗ്രേറ്റഡ് കാരവൻ പാർക്ക് തുറന്നു. കഞ്ചിക്കോട് അഹല്യ ക്യാമ്പസിലെ മഴവെള്ള സംഭരണികൾ സന്ദർശിച്ച മന്ത്രി MP രാജേഷ്. മന്ത്രിയുടെ സന്ദർശനം മഴവെള്ളം സംഭരിച്ച് എലപ്പുള്ളിയിൽ ബ്രൂവറി പ്രവർത്തിപ്പിക്കുമെന്ന സർക്കാരിന്റെയും കമ്പനിയുടെയും വാദങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യം. മന്ത്രി MP രാജേഷ് മദ്യകമ്പനിയുടെ വക്താവായെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. എലപ്പുള്ളി മദ്യകമ്പനിക്കെതിരെ BJP രണ്ടാം ഘട്ട സമരത്തിലേക്ക്. 20 മുതൽ സമര പ്രചരണ ജാഥ. ഇടതു സർക്കാർ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളിൽ എന്തെല്ലാം കിട്ടിയെന്ന് പ്രവാസികളും സമൂഹവും വിലയിരുത്തണമെന്ന് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ പ്രവാസി കോൺഗ്രസിന്റെ പ്രവാസി അവകാശ ധർണ. പാതിവില തട്ടിപ്പെന്ന പകൽക്കൊള്ളയുടെ ചിറ്റൂരിലെ തലവൻ മന്ത്രി K കൃഷ്ണൻകുട്ടിയെന്ന് പാലക്കാട് DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ. പുലിപ്പേടിയിൽ തിരുവേഗപ്പുറ. ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും നടപടി തുടങ്ങി. പുലിയെ കണ്ട പ്രദേശങ്ങളിൽ വനം വകുപ്പിന്റെ നിരീക്ഷണ ക്യാമറകൾ. പട്ടാമ്പി MLA-യുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ പ്രത്യേക യോഗം. പിരായിരി മാമ്പ്ര കരിങ്കൽ ക്വാറിയുടെ ലൈസൻസ് പഞ്ചായത്ത് ഭരണസമിതി റദ്ദാക്കി. നടപടി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ക്വാറി പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ
മണ്ണൂർ തെഞ്ചേരിപ്പാടത്ത് ഓലകരിച്ചിൽ രോഗം പടരുന്നു. ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കിയ സൂപ്രണ്ടിനെ മാറ്റണമെന്ന് നഗരസഭാ കൗൺസിൽ. ആവശ്യമുന്നയിച്ച് സർക്കാരിന് കത്ത് നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. നടപടി ഏതാനും മാസങ്ങളായി താലൂക്ക് ആശുപത്രിക്കെതിരെ പരാതികൾ വ്യാപകമായ സാഹചര്യം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ CPM. വയനാട് ദുരിതാശ്വാസ വിഷയത്തിലും ബജറ്റ് അവഗണനയിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. 25-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം. ഏരിയ തലത്തിൽ കാൽനട പ്രചരണ ജാഥകൾ. മണ്ണാർക്കാട്ട് കാറിൽ കടത്തുകയായിരുന്ന 46 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ദമ്പതികൾ എക്സൈസിന്റെ പിടിയിൽ. കുന്നംകുളം പെരുമ്പിലാവിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. വിദ്യാർത്ഥിക്ക് നിസ്സാര പരിക്ക്. പൊട്ടിത്തെറിച്ചത് പന്നിപ്പടക്കമെന്ന് സൂചന. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം. പട്ടാമ്പി നഗരത്തിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു തുടങ്ങി. നടപടി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ. ജില്ലാ കലക്ടർ സ്ഥലം സന്ദർശിച്ച് നടപടികൾ വിലയിരുത്തി. ചിനക്കത്തൂർ പൂരം. വിപുലമായ പരിപാടികളുമായി ഒറ്റപ്പാലം ദേശം. പൂരം മാർച്ച് 12-ന്. മണ്ണൂർ കൈമംകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരായ പ്രചരണം വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് ട്രസ്റ്റി ബോർഡ് ഭാരവാഹികൾ. പ്രചരണത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യമെന്നും ട്രസ്റ്റി ബോർഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.